ഹേ, അങ്ങനെ ഗോവക്ക് പോകാനായിട്ട് പുതിയൊരു അവസരം അങ്ങോട്ട് കിട്ടി. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അവരിത്തിരി വൈകുമെന്ന് പറഞ്ഞ കാരണം ഞാൻ നേരെ പോയിട്ട് വണ്ടിയും നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അവരും എത്തി. ഒരു 3 പേരും കൂടിയാണ് വന്നത്. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റായിട്ട് എല്ലാവരും കൂടി ഇരുന്നപ്പോഴും കറക്റ്റ് സമയമായി. അവരും കറക്റ്റ് സമയമായപ്പോഴാണ് വന്നത്. അങ്ങനെ യാത്ര തുടർന്ന് എറണാകുളത്തു നിന്നായിരുന്നു. അടിപൊളി ഒരു പുതിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ഒരു വലിയൊരു ട്രിപ്പ് മൂഡിലായിരുന്നില്ല. എന്നാലും അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഒരു ആകാശം എന്ന് പറയണത് ഒരു ഇത്തിരി എന്താ പറയുക, നല്ലൊരു മഴക്കാരിഞ്ഞു വരും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരുന്നിട്ട് ഇരുന്നേച്ചത്. അങ്ങനെ വണ്ടി പോയി. പോണ റൂട്ടിൽ അടിപൊളി കാഴ്ചകളായിരുന്നു. എന്തായാലും എപ്പോഴും പോണ പോലെ ആയിരുന്നില്ല, കുറച്ചും കൂടി ഒരു കാം ആൻഡ് പീസ് മൂഡിലായിരുന്നു. അത്യാവശ്യം കുറച്ച് ഫുട്ടേജുകളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. അങ്ങനെ കോഴിക്കോട് ഭാഗത്തെത്തിയപ്പോൾ ഒന്ന് ട്രെയിനിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. പോണ റൂട്ടിലായാലും ട്രെയിനിലായാലും ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ വേറെ ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ ഏട്ടിയൊക്കെ വരും, പുറത്തോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞപ്പോൾ ഒരു മഴ അങ്ങോട്ട് തുടങ്ങി. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട. മഴയെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി മഴ. ഞാൻ കുറച്ച് നേരം പോയിട്ട് പുറത്ത് നിന്നിട്ട് മഴയൊക്കെ കൊണ്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുഖത്തേട്ട് അടിക്കണ്ടായിരുന്നിട്ട്. എന്താ പറയുക, അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഴയൊക്കെ മാറിയിട്ട് ഞാൻ പിന്നെയും പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ പിന്നെ രാത്രിയായി. ഫുഡൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി കുറച്ച് നേരം മൊബൈലിലൊക്കെ കളിച്ചിരുന്ന് ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞിട്ട് പുറത്തിറങ്ങി കാഴ്ചകൾ കാണണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. നമ്മുടെ ഒരു യാത്രയെന്ന് പറയണത് ആ ഒരു പോണ റൂട്ടിൽ നമ്മൾ അത്യാവശ്യം ഉറങ്ങാതിരുന്ന് തന്നെ നമ്മൾ പോകണം, എന്നാലേ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ വെളുപ്പിനായപ്പോൾ ഗോവ എത്തി. അവിടെ കണ്ണഞ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് 2 വീലർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വടിയായി. പോണ വഴിക്ക് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ദൈവം നമ്മളാ ഒരു കണക്ഷനിലോട്ട് കണക്ട് ചെയ്യുമെന്ന് പറയണത് സത്യമാണ്. ഒരു അടിപൊളി ഒരു അമ്പലത്തിൽ കയറാൻ പറ്റി. രാവിലെ തന്നെ തൊഴുത്, ശിവൻ്റെ ഒരു ടെമ്പിളായിരുന്നു. എന്താ പറയുക, രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് അറിയൂലേ, ആ ഒരു എനർജി തന്നെയാണ് പവറായിട്ട് പിന്നെ ഞങ്ങൾ പോയത്. റൂമിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് ആദ്യം തന്നെ ഒരു ബീച്ചിലോട്ട് പോയി. ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടാ, പക്ഷേ ആ ബീച്ച് ഒരിക്കലും മറക്കൂല. അത്രയും നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എക്സ്പീരിയൻസ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. ഞാനത് നേരിട്ട് കുറേ കാര്യങ്ങൾ കണ്ട്. മറ്റുള്ളവർക്കായിരിക്കും അത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ബീച്ചിലൊന്നും ഇത്രയും ക്രിസ്റ്റൽ. അത് ഗോവയിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ബീച്ചിൽ പോകാത്തതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പോണ പോക്കിന് എനിക്ക് ഇത്രയും കാഴ്ചകൾ കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഗോവയെന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ട ഫുട്ടേജിൽ അതൊരു കഫേയാണെന്ന് തോന്നുന്നു. അതൊരു സ്പേസ്, അവിടുത്തെ ഒരു രീതിക്കുള്ള വേറൊരു തരത്തിലായിട്ടുള്ള കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിൽഡിങ്സും കഫേസൊക്കെയാണ് വന്നത്. അത്യാവശ്യം പോണ റൂട്ടിൽ കുറേ കാഴ്ചകൾ കണ്ട്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ പല സമയത്തും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയില്ല, പക്ഷേ ആ എക്സ്പീരിയൻസ് ഒരു വേറെ തന്നെയായിരുന്നു. കുറേ നന്ദീസിനെ കണ്ട്. എന്തോരം പശുക്കളായിരുന്നു അറിയാം ഈ പ്രാവശ്യം. ഞാൻ ഇതേവരെ ഇതിനു മുമ്പ് പോയിട്ടൊന്നും ഞാൻ ഇത്രയും പശുക്കളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ റൂമിലോട്ട് ആദ്യത്തെ ഒരു കറക്കം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരവിടെ റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ റൂമിൻ്റെ ആ ഏരിയ തന്നെ കുറേ സ്ഥലത്തൊന്ന് കറങ്ങിയപ്പോൾ എന്തോരം സാധനങ്ങളാണ് പഴയതൊക്കെ. ആ ജിപ്സിയൊക്കെ കണ്ട വെറുതെ അവിടെ കിടന്ന് നശിഞ്ഞു പോണ കാര്യങ്ങൾ. പിന്നെ ടൂറിസമാണ്, ഗോവയിൽ ടൂറിസമാണ് അറിയാമല്ലോ. പക്ഷെ വേറെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഇനിയും പോകും അവിടെ എന്തായാലും. അത് ഒരു ലൈഫിലത്തെ എന്താ പറയുക, ഒരു പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി, ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു
പശു വന്നിട്ട് കടയിൽ വന്നിട്ട് തിന്നാൻ എന്തോ ചോദിക്കണൊരു മൂഡ്. അതൊക്കെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലെങ്കിലും നോർത്ത് സൈഡിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് ലൈഫിൽ ആദ്യമായിട്ട് കണ്ടൊരു കാഴ്ചയുണ്ട്, അതും ഗോവയിൽ. ഇതേവരെ കണ്ടിട്ടില്ലാത്തൊരു ഗോവയിൽ ഞാൻ കണ്ടത് എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ എന്താ പറയുക, പുതിയ ടെക്സ്ചറുകൾ കാണാൻ പറ്റി മണ്ണിൽ. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മത് കൂടുതലും എല്ലാനും എക്സ്പീരിയൻസ് ചെയ്യുക. പുതിയൊരു ടെമ്പിളിൽ കയറി, അതും എന്താ പറയുക, ബാഗ ബീച്ചിൽ ഞാൻ ഇത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഇതേവരെ ഞാൻ ഈ ഒരു ടെമ്പിൾ ശ്രദ്ധിച്ചിട്ടില്ല. സ്വയംഭൂവിൽ ശിവലിംഗം കണ്ട്, അതായത് ആ ശിവലിംഗം ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെത്താനെ വന്ന് ഫുൾ ടൈം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ശിവലിംഗം. ഓഫ്, ദാറ്റ് വാസ് സോ അമേസിങ്. എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ലോട്ട് ഓഫ് കാര്യങ്ങൾ ഞാൻ ഗോവയിൽ എക്സ്പീരിയൻസ് ചെയ്ത്. പിന്നെ കണ്ടൊരു കാഴ്ച, മാഗി മാത്രമുള്ള അവിടെ ആ കടയിൽ. അത് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയല്ലേ, കാരണം അതൊരു നല്ലൊരു സ്റ്റാർട്ടപ്പാണ്. നമുക്ക് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ബിസിനസ് അല്ലേ. ഒരു സാധാരണക്കാരനൊരു 10 മാഗി വെച്ചിട്ട് അവന് ആ 10 മാഗി ഒരു സാധാരണക്കാരന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ. അവിടെ നിന്ന് നേരെ കണക്ട് ചെയ്തൊരു ബിച്ചോളിയം എന്ന് പറഞ്ഞൊരു സ്പേസിലോട്ടാണ്. ആ സ്പേസ് എന്താ പറയുക, അതും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ എൻ്റെ കാര്യമുണ്ട് ഞാൻ പറയണേ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു പുതിയ കാര്യങ്ങളിലൊന്നാണ് ഈ സ്പേസിലൊരു കേവ്. ഞാൻ ഇതിനു മുന്നേ നമുക്കായിരിക്കും പറഞ്ഞു തരാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, അതൊരു ബുദ്ധ കേവായിരുന്നു. അത് ശരിക്കും അവിടെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ശിവലിംഗമുണ്ട്, അമ്പലമുണ്ട്. പിന്നെ അത് കയറി കാണണം. ആ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റുമെന്നാണ് പറയണത്. ശരിക്കും ഒരു ബ്ലാക്ക് ഹോളിൻ്റെയൊക്കെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടില്ലേ, അതൊരു റിയൽ സ്റ്റോറിയാണെന്ന് ശരിക്കും ചിന്തിച്ചു പോവും. കാരണം അത്യാവശ്യം നമ്മളുടെ കൂടെ ഉള്ളവർക്കും കൂടി ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനത് ചെയ്താനേ കേട്ടോ സത്യത്തിൽ. കാരണം ആ കേവിലോട്ട് ലോട്ട് ഓഫ് വഴികളുണ്ടായിരുന്നു. പിന്നെ അത് കൂടെയുള്ള അവർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് അറ്റൻഡ് ചെയ്തില്ല. തിരിച്ചിങ്ങോട്ട് കണക്ട് ചെയ്ത് ഇറങ്ങി വന്ന വഴിക്ക് അടിപൊളി വെള്ളത്തിലൊന്ന് കുളിക്കാമെന്ന് വെച്ചാൽ ഇറങ്ങിയപ്പില്ലേ, കാശ് കൊടുത്ത് മസാജ് ചെയ്യണ്ട, ഫ്രീ ആയിട്ട് വെറുതെ ഇറങ്ങി കിടന്നാണ്ടല്ല അടിപൊളി മസാജ്. എന്തോരം മീനാണെന്നറിയോ വന്ന് കൊത്തി, സൂപ്പർ. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ലൈവായിട്ട് കിട്ടിയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടില്ല 2 പാമ്പിനെ കണ്ട്. പാമ്പ് വന്നിട്ട് നൈസായിട്ട് വെയിൽ കൊള്ളാൻ നിൽക്കണ്, കുറച്ച് വെള്ളം കുടിക്കാൻ നിൽക്കണ്. അങ്ങനെ അവിടുത്തെ കുളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിഞ്ഞ് റെഡിയായിട്ട് ഞങ്ങൾ പയ്യെ ആ റൂട്ടിൽ തന്നെ ഉള്ളൊരു മാർക്കറ്റിൽ പോയി. സോ ഫ്രഷ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സോ ഫ്രഷ് സാധനങ്ങൾ. തിരിച്ചു വന്ന വഴിക്കൊരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കൊല്ലൻ, ഇപ്പോഴും ആ ഒരു ജോലിയൊക്കെ ചെയ്യണ ആൾക്കാരുണ്ട് ആ നാട്ടിലും എന്ന് കാണാൻ പറ്റി. വന്ന വഴിക്ക് കൃഷി ചെയ്യണ ലോട്ട് ഓഫ് ആൾക്കാർ. ശരിക്കും കൃഷിയൊക്കെ ആ ഏരിയയിലുണ്ട്. അത് മെയിൻ ബീച്ച് ഏരിയാസിലല്ല, കുറച്ചും കൂടി മാറിയിട്ട് അത് ചെയ്യാൻ പറ്റിയ ഏരിയാസിലാണ്. പിന്നെ ബീച്ചിലാണ്, മെയിനായിട്ട് ബീച്ചിലാണല്ലോ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ബീച്ചിൽ വന്നു. പിന്നെ ഒരു ടിബറ്റൻ്റെ ആ ഒരു ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അവിടെ വന്നു. കറക്റ്റ് സമയത്ത് കർമ്മ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരൊരു എന്താ പറയുക, ചെറിയൊരു സാധനം കിട്ടി. അത് തുറന്ന് നോക്കിയപ്പോൾ പ്രൈസ് അടിച്ചാക്കണ്. ഞാൻ പോയിട്ടില്ല, അതെപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞേക്കണത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത പരിപാടിയിലോട്ട് കടന്ന്. ഇതിൻ്റെ സ്ഥലം ഞാൻ പേര് മറന്നു കേട്ടാ. മെയിനായിട്ട് ഗാംബ്ലിങ് നടക്കുന്ന ഏരിയയാണ്. പരശുരാമൻ്റെ പ്രതിമയുണ്ട്. പിന്നെ മോദി അവിടെ ലോട്ട് ഓഫ് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു യോഗ അങ്ങനെ കാര്യങ്ങളായിട്ട് പാഞ്ചിമോ സംതിങ് അങ്ങനെ എന്താണ്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോണ വഴിക്ക് നല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പോണ വഴിക്ക് ഏറ്റവും ആദ്യത്തെ മെയിൻ ഒരു ബീച്ചുണ്ട്, ബാഗല്ല, കൊൽവ ബീച്ചിലൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഗോവൻ യാത്ര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നേരെ ബാക്ക് ടു കൊച്ചി.